വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വർണമാല മോഷ്ടിച്ചു വിഴുങ്ങി പോലീസുകാർ കാവലിരുന്നിട്ടും തൊണ്ടി മുതൽ ക്ലോസറ്റിൽ ഒഴുക്കി യുവതി. മലപ്പുറം നിലമ്പൂരിൽ 3.5 ഗ്രാം സ്വർണമാല മോഷ്ടിച്ച സമീന എന്ന യുവതിയാണ് പോലീസിനെ വെട്ടിലാക്കിയത്. ആശുപത്രിയിൽ നിരീക്ഷണത്തിലിരിക്കെ പുറത്തുവന്ന മാല കാവൽ നിന്ന വനിതാ CPOമാരെ വിസർജ്യമെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തിയ ശേഷം ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുകയായിരുന്നു. പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കുറ്റം കൂടി ചുമർത്തി സമീനയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. തൊണ്ടി മുതൽ വീണ്ടെടുക്കാനായി പോലീസ് ശ്രമം തുടരുകയാണ്. വയനാട് താമരശ്ശേരിയിൽ വിനോദയാത്ര പോയി തിരികെ വരികയായിരുന്ന കുടുംബത്തിന് നേരെ ആക്രമണം. ചേളന്നൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് തടഞ്ഞു നിർത്തിയാണ് യുവാക്കളുടെ സംഘം ആക്രമിച്ചത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമായിരുന്നു ഇത്. ഇന്നലെ രാത്രി ചുരം 3-ാം വളവിലായിരുന്നു സംഭവം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 42 അംഗ സംഘം സഞ്ചരിച്ച ബസിന് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു സംഘം ബസ്സിനകത്ത് കയറി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം മർദ്ദിക്കുകയും ഒരു സ്ത്രീയുടെ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് പരാതി. രാജസ്ഥാനിലെ ഭിവാഡിയിലുള്ള ഗുഷ്കേദ വ്യവസായ മേഖലയിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 7 തൊഴിലാളികൾ വെന്തു മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ഫാക്ടറിയിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തീ അതിവേഗം പടരാൻ കാരണമായി. പ്ലോട്ട് നമ്പർ G111-8B എന്ന ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് 7 തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അപകട വിവരമറിഞ്ഞ് ഭിവാഡി SP, തിജാര DSP ശിവരാജ് സിംഗ്, അഡീഷണൽ ജില്ലാ കളക്ടർ സുമിത്ര മിശ്ര എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്തെ ഡോക്ടർമാർ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ശമ്പള പരിഷ്കരണം, കുടിശ്ശിക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ എമർജൻസി സേവനങ്ങൾ സാധാരണ നിലയിൽ തുടരും. അതേസമയം വ്യാഴാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുമെന്ന് സമര നേതൃത്വം അറിയിച്ചു. ആവശ്യങ്ങളിൽ അനുകൂല നടപടി ഉണ്ടാകാത്ത പക്ഷം സമരം ശക്തിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. OP ബഹിഷ്കരണം മൂലം സാധാരണ രോഗികൾക്ക് ചികിത്സയിൽ ബുദ്ധിമുട്ട് നേരിടാനിടയുണ്ട്. സർക്കാർ ഡോക്ടർ പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരം കാണണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അവയവദാനത്തിലൂടെ പുതിയ ചരിത്രം സൃഷ്ടിച്ച ആലൻ ഷെറിന്റെ പേരിൽ പണപ്പിരിവിന് ചിലർ ശ്രമിക്കുന്നതായി കുടുംബം പരാതി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാജമായി പണശേഖരണം നടക്കുന്നുവെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. ആലിന്റെ വീടിന് മുഖ്യമന്ത്രി സന്ദർശിക്കും. ആലൻ ഷെറിന്റെ അവയവദാനം സംസ്ഥാനത്ത് വലിയ പ്രചോദനമായി മാറിയെന്നും വ്യാജ പണപ്പിരിവിന് ശ്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.